ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. ലവ് ലാപ്പിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ് ആമസോണിൽ നിന്ന്. 3300 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവരുടെ ബോക്സിൽ തന്നെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ. എന്നാലും ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയാണ് ഇതിൻ്റെ കണ്ടൻസ്. മൊത്തം 9 കണ്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സെറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇത് ചാർജറാണ്. ചാർജറിനൊപ്പം ഒരു ട്യൂബുണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. മിൽക്ക് കളക്ഷൻ ബോട്ടിൽ, ഇലക്ട്രിക് മോട്ടർ, ഇത് കളക്ഷൻ ബോട്ടിലിൻ്റെ ക്യാപ്പ്, ഇതിനകത്തുള്ളത് ഒരു അഡാപ്റ്റർ, പിന്നെ ഒരു USB കേബിൾ, ഡയഫ്രം, പിന്നെ ഒരു എക്സ്ട്രാ ഡക്ബില്, പിന്നെ ഒരു എക്സ്ട്രാ സിലിക്കൺ ട്യൂബും ഉണ്ട്. പിന്നെ കംപ്ലീറ്റ് മാനുവലും അതിനകത്ത് തന്നെ ഉണ്ട്. അത് വായിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ഇത് ചെയ്യാന്നുള്ളത്. ഇത് കൂടാതെ ഉള്ളതൊരു ട്രാവൽ പൗച്ചും പിന്നെ 2 ബ്രസ്റ്റ് പാഡ്സും ഉണ്ട്. ആദ്യമായിട്ട് ഈ പാർട്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ബോയിൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ട്യൂബും മോട്ടറും കഴുകണ്ടാന്ന്, കാരണം അത് ഡാമേജ് ആവും. അപ്പൊ നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. ആദ്യം ഈ ഡക്ബിൽ വാൾവ് ഈ ഒരു ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നല്ല ഫേം ആയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്പേസിലേക്ക്, ഈ ഒരു സ്പേസിലേക്ക് ഈ ഡയഫ്രം ഈ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം, ഇങ്ങനെ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്പ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യാം, ഇതിങ്ങനെ. അപ്പം നമ്മൾ അപ്പർ പാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ലോവർ പോർഷൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഈ മിൽക്ക് കളക്ഷൻ ബോട്ടിൽ ഇത് ഇങ്ങനെ സ്പിൻ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഇനി ഈ ഒരു കളക്ഷൻ യൂണിറ്റിലേക്ക് ഈ ഒരു സിലിക്കൺ കുഷ്യൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് ഗ്രേറ്റർ സക്ഷന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഡസ്റ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡസ്റ്റ് ഗ്യാദർ ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് അടച്ച് വെക്കാവുന്നതാണ്. ഇപ്പം നമുക്കത് ആവശ്യമില്ല. യൂസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഈ ഒരു പോയിന്റിലേക്കാണ് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ് മോട്ടോറിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് വരുന്നത്. മറ്റേ ട്യൂബിൻ്റെ മറ്റേ എൻഡ് ഇവിടേക്ക് കണക്ട് ചെയ്യാം. കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് സ്വിച്ച് ബട്ടൺ. ലോങ് പ്രസ് ചെയ്താലേ ഓൺ ആവുള്ളൂ. ഈ ആരോയിൽ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് മിൽക്ക് പമ്പ് ചെയ്യാനും പിന്നെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട്. ഡ്രോപ്പ് ആണെങ്കിൽ പമ്പ് ചെയ്യാൻ, ഹാർട്ട് ആണെങ്കിൽ മസാജ്. ഇതിന്റെ റേറ്റ് കൂട്ടാനുള്ള പ്ലസ് സൈൻ ഉണ്ട്, അതേപോലെ മൈനസും ഉണ്ട്. L9 വരെയാണ് ഇതിന്റെ ലെവല്. ഇനി ഒരു റിക്ലൈനിങ് പൊസിഷനിൽ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കണം. അതിനുശേഷം ആ മിൽക്ക് കളക്ഷൻ ആ ഏരിയയിൽ അതിന്റെ മൗത്ത് നമ്മുടെ നിപ്പിളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നിപ്പിൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആയിരിക്കണം ഇരിക്കുന്നത്, എന്നാലേ കറക്റ്റായിട്ട് അത് വരുള്ളൂ. നല്ല മിൽക്ക് ഫ്ലോ ഉള്ളവർക്ക് നല്ല രീതിയിൽ വരും. ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പമ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല മിൽക്ക് ഫ്ലോ ഉള്ളവർക്ക് തന്നെ എബവ് ഹാഫ് 20 മിനിറ്റ്സിൽ തന്നെ നിറയും. ഇപ്പം ഞാൻ അധികം ഒന്നും പമ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതുകൊണ്ട്. ഇതിൽ എത്ര ml വരെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. 150 ml വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി. ഇനി എങ്ങനെയാ ഇത് ചാർജ് ചെയ്യാൻ നോക്കാം. ഇതാണ് അഡാപ്റ്റർ. കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ മോട്ടോറിലേക്ക് കണക്ട് ചെയ്യാം. ശേഷം പ്ലഗിലേക്ക് കുത്തിയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റിൽ തന്നെ ചാർജ് കയറുന്നതായിരിക്കും ഫുള്ളായിട്ട്. ചാർജ് ആകുമ്പോൾ ഈ ഗ്രീൻ സിമ്പിളാണ് കാണിക്കുക. ഇനി മിൽക്ക് ഫ്ലോ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആണ് ഇത്. ലാക്ടെയർ എന്നാണ് ഇതിന്റെ പേര്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മിൽക്ക് ഫ്ലോ ഉണ്ടാവും. നല്ല രീതിയിൽ മിൽക്ക് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ അല്ലെങ്കിൽ വാം വാട്ടറിൽ ഷവർ ചെയ്തതിന് ശേഷം, കുളിച്ചതിന് ശേഷം നിങ്ങൾ പമ്പ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മിൽക്ക് സപ്ലൈ കൂട്ടാൻ സഹായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കയ്യിൽ ബേബീനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ബ്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കുറച്ചൊക്കെ മിൽക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കഴിയുന്നതും നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുക എനിക്ക് മിൽക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു
ഒരു വിചാരത്തിൽ വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ മിൽക്ക് സപ്ലൈ കുറയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.